ഗൈസ്, ഇന്ന് നല്ല അടിപൊളി ബിരിയാണി നമുക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നു. നല്ല അടിപൊളി ബിരിയാണി. റെസ്റ്റോറൻ്റ് ആണെങ്കിലോ നമുക്ക് പേരിൻ്റെ പുറത്ത് റെസ്റ്റോറൻറ്റാ, പക്ഷെ നല്ല ബിരിയാണി. ഇതിൻ്റെ പേരാണ് സിൽസിൽ മെഹഫിൽ. അങ്ങനത്തെ ഒരു ബിരിയാണിയാണ്. ഈ ബിരിയാണി വരുമ്പോഴത്തെ ഒരുപാട് ആൾക്കാർ കഴിക്കാൻ വേണ്ടി കൊതിച്ച് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് പാർസലാണ് കൂടുതൽ ആൾക്കാർ മേടിക്കുന്നത്. നല്ല ആസ്വദിച്ച് റൂം പോയി കഴിക്കാം. അതാണ് സംഭവം. ആറോ മെക്സിൻ്റെ വണ്ടി. ആറോ മെക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ആരാണ് മെക്സ്? എല്ലാവർക്കും ബിരിയാണി കഴിക്കുന്നതിൻ്റെ ഒരു ക്രൈറ്റീരിയ കാണിച്ചു തരാം. ബിരിയാണി ഈസ് നമ്പർ 1. പക്ഷേ ഡെയിലി കഴിക്കുന്നത് അത്ര നല്ലതല്ല. ഇടയ്ക്കിടയ്ക്ക് വെജൊക്കെ കഴിക്കണം. അതാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് എനിക്ക് പറയാനുള്ളത്. അതാ പെർഫ്യൂം കുഴപ്പമില്ല, അടിപൊളിയാ. പക്ഷെ അത്ര പോരെ ഞാൻ പറഞ്ഞത്ര. എന്നാൽ നല്ല അടിപൊളിയാ. ഞാൻ റെഡിമെയ്ഡ് എനിക്ക് വേണ്ടതാ. നീ നല്ലത് നോക്കിട്ടാ വീഡിയോ എന്താ വിശേഷമല്ലോ? ഫുഡ് കഴിക്കാം. അങ്ങനെയാണ് ബിരിയാണിയുടെ കഥ. എൻ്റെ സുഹൃത്തുണ്ട്, അവൻ ബിരിയാണി കഴിച്ചോ ഇല്ലയോ അറിയില്ല. അവൻ്റെ അടുത്ത് ചോദിക്കട്ടെ. നമ്മൾ മര്യാദയല്ലേ. ഇതാണ് ബിരിയാണി. നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണിയാണ്. നല്ല സൂപ്പർ ബീഫാണ്. നമ്മൾ ബിരിയാണിയൊക്കെ കഴിഞ്ഞ് ബിരിയാണിക്ക് നല്ല അടിപൊളിയായിരുന്നു. ആ ബിരിയാണി സ്പോൺസർ ചെയ്യുന്നത് എൻ്റെ സുഹൃത്താണ്. പക്ഷെ ബിരിയാണി മേടിച്ചത് മിൽക്ക് ടീ റെസ്റ്റോറൻറ്റും പുറത്തുപോയെന്നാണ്. നല്ല ഫിൽഫിൽ മെഹഫിൽ എന്നുള്ളൊരു ബിരിയാണിയാണ്. നല്ല അടിപൊളിയാണ്. പക്ഷെ എല്ലാ സുഹൃത്തുക്കളും ഞാൻ പറയുന്നുണ്ട്, ബിരിയാണി മാത്രമായിട്ട് കഴിക്കരുത്. വീക്കിലോ 2 വീക്കിലോ ഒരിക്കലോ ബിരിയാണി കഴിക്കാവും. ബാക്കിയുള്ള നല്ലോണം സബ്ജി കഴിക്കണം. അതാണ് നല്ലത്. അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും പല രോഗത്തിനും കാരണമാവുമെന്ന് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഞാൻ ഒന്നും കൂടി അറിയിച്ചു തരികയാണിത്. ഒരുപാട് അനുഭവത്തിൽ പറയാണ്. ഒരുപാട് ആൾക്കാരെ ബാറ്റ് സുഖമില്ല, അത് ഇത് ആയുസ് കുറയുന്നു, ഒരുപാട് കാര്യങ്ങൾ ബിരിയാണിയിലൂടെയാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് ബിരിയാണി കഴിക്കുമ്പോഴത്തേക്ക് ഒന്ന് സൂക്ഷിക്കണം. കഴിച്ചോളൂ. വീക്കിലോ 2 വീക്കിലോ വെള്ളിയാഴ്ച അങ്ങനെ ബിരിയാണി കഴിച്ചോളൂ. പണ്ടത്തെ കാലത്തൊക്കെ ഒരു കല്യാണത്തിന് മാത്രമേ ബിരിയാണി കിട്ടുന്നുള്ളൂ. അവിടെ നെയ്ച്ചോരായെങ്കിലോ ആ പ്രിയാപ്പൻ്റെ പുതിയാൻ്റെ ഉമ്മൻ്റെ ഉപ്പൊക്കെ തന്തൊക്കെ വിളിച്ചാണ് വരുന്നത്. അതുകൊണ്ട് എല്ലായിടത്തും ഇത് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.